ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിടും. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഈ വർഷകാലത്തടക്കം ഈ വയനാട് യാത്ര എന്നത് സഞ്ചാരികൾക്കും അവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ ഒരു പേടി സ്വപ്നമായി മാറുന്ന ഒരു കാലമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ മാത്രം എത്ര വട്ടമാണ് ചുരത്തിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും വയനാട് ജനത തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ പോക്കിനെ സാരമായി ബാധിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ആനക്കാമ്പൊയിൽ നിന്നും 22 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ വയനാട് എത്താൻ കഴിയുന്ന ഈ പുതിയ പാത ഈ വികസന പരിപാടികൾക്ക് അല്ലെങ്കിൽ വയനാട് ജില്ലയുടെ സമഗ്ര വികസനത്തിന് അതിനൊരു രാസാഗ്നി പകരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഈ തുരങ്ക നിർമ്മാണവുമായുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കിഫ്ബിയിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2134 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. 8.73 കിലോമീറ്റർ ആണ് ഈ പാതയായി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ ഇരട്ട ടണലുകളായി മാത്രം 8.1 കിലോമീറ്റർ ഉണ്ട്. അതായത് ഏറ്റവും വലിയ ഇരട്ട ടണൽ എന്ന ഒരു ബഹുമതി തന്നെ നമ്മുടെ വയനാട് പാതയെ കാത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഈ തുരങ്ക നിർമ്മാണത്തിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള രാജ്യത്തെ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അവരവരുടെ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ വീതിയുള്ള അല്ലെങ്കിൽ 4 വരി പാതയാണ് ഈ ടണൽ പാത ക്രമീകരിച്ചിരിക്കുന്നത്. അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം എന്നിങ്ങനെയുള്ള എല്ലാ ആധുനിക സങ്കേതങ്ങളും അടങ്ങിയ തുരങ്കപാതയാണ് ഒരുങ്ങാൻ പോകുന്നതും. എന്തായാലും 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനക്കാമ്പൊയിൽ നിന്നും വയനാട്ടിലേക്ക് എത്താം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം വന്യമൃഗങ്ങളുടെ ശല്യമോ മറ്റു കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയോ ഒന്നും ബാധിക്കാതെ വയനാട്ടിലേക്ക് എത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും മനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് ഈ തുരങ്കപാത. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പദ്ധതി പൂർത്തിയാൽ കോഴിക്കോട് നിന്ന് വയനാട് വരെയുള്ള ഗതാഗതം അത് സുഗമമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വൻ ഉണർവ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും തുരങ്കപാതയുടെ നിർമ്മാണം ആദ്യം തുടങ്ങുക വയനാട് ഭാഗത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, നമുക്കറിയാം ഇന്ന് എന്തായാലും വൈകുന്നേരമാണ് ഇതിന്റെ ഉദ്ഘാടനം, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ഈ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ മറ്റാരൊക്കെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാവുക അനീഷ്? രാഷ്ട്രീയ ഭിന്നതകളൊക്കെ മറന്ന് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ വയനാട്ടിലെയും കോഴിക്കോട്ടെയും അല്ലെങ്കിൽ കേരളത്തിലെയും രാഷ്ട്രീയ നേതൃത്വം നിലനിൽക്കുന്നു എന്നാണ് ഈ പദ്ധതി ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് MP MK രാഘവനുണ്ട്, T സിദ്ദിഖ് MLA ഉണ്ട്, ലിൻഡോ MLA ഉണ്ട്. അങ്ങനെ ഈ മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പം ജനപ്രതിനിധികൾ എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു സദസ്സാണ് ഉണ്ടാവുക. ഇന്നലെ തന്നെ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു വികസന പരിപാടികളുമായി മുന്നോട്ടൊക്കെ വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പലപ്പോഴും വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഒക്കെ ഉയരാറുണ്ട്. ഇന്നലെ ഈ T സിദ്ദിഖ് MLA ആണ് ഇതിൻ്റെ പോസ്റ്റർ പുറത്തുവിട്ട് സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതിയൊക്കെ എന്ന രീതിയിൽ വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഈ പതിവായി ഉണ്ടാകുന്ന കോലാഹലങ്ങളൊന്നുമില്ലാതെ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലെ ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പൂർണ്ണമായും സ്ഥാനത്താണ്. അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ കണ്ടപ്പോൾ ഇത്തരമൊരു പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലാവുമോ നിർമ്മാണമെന്ന്, അല്ലെങ്കിൽ ഇത്തരം ഒരു തുരങ്കപാത വരുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയൊക്കെ വരുന്നിരുന്നു. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇതിൽ ഏറ്റവും 5771 മീറ്റർ വനമേഖലയും 2694 മീറ്റർ സ്വകാര്യ സ്ഥലത്തുകൂടിയുമാണ് ഇത് കടന്നു പോകുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. 33 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിൽ വനഭൂമിയുടെ ഏറിയ പങ്കും ഇതിനകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തുനിന്നും ഏറ്റെടുക്കേണ്ട ഭൂമിയിൽ 90% ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒറ്റക്കെട്ടായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വനഭൂമിയുടെ കാര്യത്തിൽ
കാര്യത്തിലാവട്ടെ സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമി നൽകുന്ന കാര്യത്തിലാവട്ടെ ഒന്നിനും ഒരു അലോസരങ്ങൾ എങ്ങുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഈ തുരങ്കപാത ഈ ടണൽ ചെന്നു കഴിഞ്ഞാൽ അതിനെ വയനാട് മേപ്പാടി കള്ളാടി ചൂരൽമട റോഡുമായി, അതായത് ഒരു സംസ്ഥാന പാതയാണ്, അതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം ആനക്കാംപൊയിൽ മുത്തൻപുഴ മുറിപ്പുഴ എന്നീ റോഡുകളുമായും ബന്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ സമാന്തരമായ ഒരു പാതയായി തന്നെ ഇത് മാറുന്നു. ചുരം വഴി പോകേണ്ട ആളുകൾക്ക് ചുരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ പോകാം. മറുവശത്ത് അത്യാവശ്യമായി വയനാട്ടിലേക്ക് എത്തേണ്ടവർ അല്ലെങ്കിൽ ഈ പ്രതിബന്ധങ്ങളൊക്കെ താണ്ടി എത്തേണ്ടവർക്ക് ആ വഴി എത്താൻ കഴിയുന്ന ഒരു പാത തന്നെയാവും. നമുക്കറിയാം ഈ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ മൾട്ടി ആക്സിൽ വണ്ടികളൊക്കെ പലപ്പോഴും ചുരത്തിൻ്റെ ഓരോ വളവുകളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ ആംബുലൻസുകൾക്ക് പോലും അവിടേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് മറികടക്കാനുള്ള ഒരു പാതയാണ്. 8, 10, 12 മണിക്കൂറുമൊക്കെ ചുരത്തിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ഒരു പാത തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ഒരുക്കത്തിലാണ് മലയോര ജനത. എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പദ്ധതിയെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായും മനീഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും.